തീർച്ചയായും. കാരണം ഈ CPM-ന്റെ ജമാഅത്ത് വിമർശനത്തോട് വളരെ സംശയത്തോടു കൂടിയിട്ടാണ് മുസ്ലിം സംഘടനകൾ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ, ഈ പ്രധാനപ്പെട്ട സുന്നി സംഘടനകളൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റായ വെൽഫെയർ പാർട്ടിയെ UDF എടുക്കുന്നതിന് ശക്തമായി എതിർത്തിരുന്നു. അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയോടുള്ള മതപരമായ എതിർപ്പ്. രണ്ട്, ജമാഅത്തെ ഇസ്ലാമി അവരുടെ പൊളിറ്റിക്കൽ ഫണ്ടായ വെൽഫെയർ പാർട്ടിയോടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള എതിർപ്പ്. ഈ മതപരമായ എതിർപ്പ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ജിഫ്രി തങ്ങളാണ് അത് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ഞങ്ങളുടെ എതിർപ്പ് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരെ മറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ഏത് ഫ്രണ്ടിൽ ചേരണം അല്ലെങ്കിൽ ഏത് മുന്നണിയിൽ ചേരണം എന്ന കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് മുജാഹിദുകളും പറഞ്ഞത്. അതുതന്നെയാണ് എല്ലാ മുജാഹിദുകളും പറയുന്നത്. 3 മുജാഹിദ് സംഘടനകളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അവർക്കൊക്കെയും ജമാഅത്തെ ഇസ്ലാമി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സലഫി സംഘടനകൾക്ക് ഇഖ്വാനുൽ മുസ്ലിമുമായിട്ട് അതിൻ്റെ ഇന്ത്യൻ പതിപ്പായ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അതിശക്തമായ യോജിപ്പുണ്ട്. പക്ഷേ എങ്ങനെയാണ് CPM ഇതിനെ കൈകാര്യം ചെയ്തത്? അപ്പോൾ അവിടെയാണ് നേരത്തെ പറഞ്ഞ സംഭവം ഉള്ളത്. അതായത് കേരളത്തിന് പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൈകോർക്കുന്നതിൽ അവർക്ക് പ്രശ്നമില്ല. പണ്ട് കൈകോർത്തപ്പോഴും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഈ പ്രശ്നം ഉന്നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള വിരോധമല്ല. അത് വളരെ കൃത്യമായിട്ട് ജമാഅത്തുകാർക്കും മുസ്ലിം ലീഗുകാർക്കും പറയാൻ പറ്റി എന്നുള്ളതാണ്. അത് എക്സ്പോസ്ഡായി. കാരണം ഇത്ര ശക്തമായിട്ട് ജമാഅത്തെ ഇസ്ലാമി എതിർക്കേണ്ടത് എന്തിനാണ്? ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ മതരാഷ്ട്രവാദം ഉന്നയിക്കുകയും അവിടെ നാളെ ഹുക്കുമത്ത് ഇലാഹി നടപ്പിലാക്കാൻ പോകുന്ന രീതിയിലുള്ള അതിഭീകരമായിട്ടുള്ള അത് യാഥാർത്ഥ്യവുമായി നിരക്കാത്ത രീതിയിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് എന്ന് പറയാറില്ല നമ്മൾ. പ്രിയങ്ക ഗാന്ധിയുടെ വിജയം പോലും അപ്പോൾ അത് ബാക്ക് ഫയർ ചെയ്തു. അത് തീർച്ചയായും ബാക്ക് ഫയർ ചെയ്തു. ഓർമ്മയുണ്ട്, കഴിഞ്ഞ ഡിസ്കഷനിൽ പ്രശാന്ത് പറഞ്ഞു ലാർജർ ദാൻ ലൈഫ്. അവര് തന്നെ ഞെട്ടിപ്പോയതാണ്. പിന്നൊന്നുള്ളത്, ഇപ്പോൾ കംപ്ലീറ്റ് ഡിജിറ്റൽ തെളിവുകൾ മുമ്പിലുണ്ട്. അപ്പോൾ ഇതിനു മുമ്പുള്ള സംഭവം ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പറയുന്നതിനൊക്കെ കൃത്യമായ തെളിവുകളുണ്ട്. അപ്പോൾ ഈ പണ്ടൊക്കെ പറഞ്ഞത് നിഷേധിക്കുക എന്ന് പറയുന്നതോടുകൂടി ക്ലീൻ ആവുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ആ സാധനം ഈ LDF കക്ഷികളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.